മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. പക്ഷേ മദ്യവിൽപ്പനശാലകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, ഡിസ്റ്റിലറിയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിഷയം അതല്ല. സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന മദ്യവിൽപ്പനശാലയിൽ മദ്യം വാങ്ങാൻ എത്തുന്നവർക്ക് വരുന്ന ദുർഘടമായ യാത്രയാണ് നമ്മൾ ഇതിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. പാലക്കാട് ടൗൺ ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിലുള്ള മംഗളം ടവറിൽ സ്ഥിതി ചെയ്യുന്ന ബീവറേജ് ഔട്ട്ലെറ്റിൻ്റെ സ്ഥിതിയാണ് ഈ കാണുന്നത്. ചളി നിറഞ്ഞ് റോട്ടിലൂടെ വേണം നടന്നു പോകാൻ. പറയുന്ന കാശ് കൊടുത്ത് സാധനം വാങ്ങാൻ വരുന്ന ഉപഭോക്താക്കൾക്ക് മാന്യമായി ഇത്തരം അഴുക്കുചാലിലൂടെ ചവിട്ടി പോകാതിരിക്കാനുള്ള സംവിധാനം ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്കാണ് ഉള്ളത്? മറ്റുള്ള സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും സമരത്തിന് എല്ലാവരും വരും. ഇത് വരില്ല. കാരണം ലോലമനസ്കരായ മദ്യപാനികളുടെ കാര്യമല്ലേ. ഇതിലിടപെടാൻ എങ്ങനെ ഇരിക്കും? ഇവർക്ക് വേണ്ടിയിട്ട് നല്ല യാത്രാ സൗകര്യം ഒരുക്കണം എന്ന് പറഞ്ഞാൽ അവർ കുറ്റക്കാരാവും, മദ്യപാനികളാവും, മദ്യത്തിന് നിരത്തുന്നവരായിരിക്കും. അതല്ലേ ആരും ഇടപെടാത്തത്? അതുകൊണ്ട് ഈ ചാനലിന് പറയാനുള്ള ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. മംഗളം ടവറിലെ മദ്യവിൽപ്പനശാലയ്ക്ക് മാന്യമായി വന്ന് മദ്യം വാങ്ങി പോകാനുള്ള സൗകര്യം ഒരുക്കണം. ഈ ചെളിയൊക്കെ മാറ്റി നല്ലൊരു യാത്രാ സൗകര്യം ഒരുക്കണം എന്നാണ് പറയാനുള്ളത്. പക്ഷെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മദ്യപാനത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് തോന്നരുത്. മദ്യപാനത്തിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷേ ഈ യാത്രാ സൗകര്യം ഒരുക്കേണ്ട കാര്യം നിർബന്ധമായി ചെയ്യണം. ഇല്ലെങ്കിൽ അവിടുന്ന് മാറ്റ്, ആ ഔട്ട്ലെറ്റ് അവിടുന്ന് മാറ്റി മാന്യമായി വന്ന് വാങ്ങി പോകാനുള്ള സൗകര്യമുള്ള സ്ഥലത്തേക്ക് മാറ്റിക്കോളൂ. അതിനാരും ഒന്നും പറയുന്നില്ലല്ലോ. അതാണല്ലോ വേണ്ടത്. ഇത് വാങ്ങാൻ വരുന്നവർക്ക് ഇതേമാതിരി ചളിയിലൂടെ ചവിട്ടി വേണം പോവാൻ. എന്താ പറയുക? ഒത്തിരി പേര് പ്രാഗി പോകുന്നുണ്ട്. ഒത്തിരി പേര് പിന്നെ ആരും മദ്യപാന്മാരും സമരം ചെയ്യാൻ വരില്ലല്ലോ. കാരണം വളരെ രഹസ്യമായിട്ടല്ലേ മദ്യം വാങ്ങി പോയിട്ട് കുടിക്കുന്നത്. ഇവൻ സമരം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഈ മദ്യം വാങ്ങിയിട്ടുള്ളവൻ സമരം ചെയ്യുമ്പോൾ അവിടെ സൗകര്യങ്ങൾ കുറവ് എന്ന് പറഞ്ഞ് സമരം ചെയ്യുന്ന സമയത്ത് അവൻ്റെ ഭാര്യയും മക്കളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവന് മോശക്കേടല്ലേ. അതുകൊണ്ട് അവൻ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മദ്യപാനിയാണ് എന്ന് ചങ്കൂറ്റത്തോടെ പറയാൻ പറ്റുന്നവർ എത്ര ആളുണ്ട്? അതാണ് വിഷയം. അതുകൊണ്ടാണ് അവരുടെ കാര്യത്തിൽ ആരും ഇടപെടാത്തത്. കണ്ടില്ലേ, വെള്ളം നിറഞ്ഞ് ചളിക്കുളമായിട്ട് മാറിയിട്ടുള്ളതാണ് ഈ ബീവറേജ് ഔട്ട്ലെറ്റ്. ഇതിനൊരു മര്യാദയുമില്ലേ? നമ്മൾ പിന്നെ അതുമല്ല, അവിടെ വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ അത് പാത്രത്തിലോ പൊതിഞ്ഞോ കൊടുക്കണമെന്നുള്ളൊരു നിബന്ധനയുണ്ട്. ഇവിടെ മദ്യം വാങ്ങാൻ വന്നു കഴിഞ്ഞാൽ മദ്യക്കുപ്പി എടുത്ത് കയ്യിൽ തരും. അത് പൊതിഞ്ഞു തരില്ല. പൊതിയാൻ കടലാസോ ബാക്കി കാര്യങ്ങളോ നമ്മൾ കൊണ്ടുപോകണം. അതെന്ത് ന്യായം? സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഒരു സാധനം മേടിച്ചാൽ പാക്കറ്റായിട്ട് കിട്ടും. അല്ലെങ്കിൽ സാധാരണ ലോക്കൽ പലചരക്ക് പീടികയിൽ പോയിട്ട് 100 മുളക്, 100 മല്ലി അല്ലെങ്കിൽ 100 പരിപ്പ് എന്ന് പറഞ്ഞാൽ അവരത് കടലാസിൽ പൊതിഞ്ഞ് കൃത്യമായിട്ട് തരും. മദ്യം മാത്രം പൊതിഞ്ഞു കൊടുക്കാൻ ആൾക്കാർക്ക് മടി. എന്താ അതിൻ്റെ കാര്യം? ഇങ്ങനെ മദ്യപാനികളെ കൊച്ചാക്കി കാണരുത് കേട്ടോ. കാരണം ഈ മദ്യപാനികൾ മദ്യം വാങ്ങുന്നതുകൊണ്ടാണ് സർക്കാരിൻ്റെ ഖജനാവിലേക്ക് കൂടുതൽ പണം വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ മദ്യപാനികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്, അല്ലേ? അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണ്ടേ? ഇല്ലെങ്കിൽ പിന്നെ മൊത്തം മദ്യപാനം ഒഴിവാക്കുക, ഈ ഔട്ട്ലെറ്റുകൾ ഒഴിവാക്കുക. ഇല്ലെങ്കിൽ ഇത്തരം ചളിയും വെള്ളമായിട്ട് കിടക്കുന്ന ഔട്ട്ലെറ്റ് ഏതാണോ
അത് അവിടെ നിന്ന് മാറ്റുക. സൗകര്യപ്രദമായിട്ട് മദ്യം വാങ്ങാൻ വരുന്ന സ്ഥലത്ത് ഔട്ട്ലെറ്റ് വയ്ക്കുക. അതല്ലേ ചെയ്യേണ്ടത്. ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്നതിനും ഒരു മര്യാദയ്ക്കില്ലേ? ഇങ്ങനെ വെള്ളത്തിലൂടെ വന്ന് ചളിയിലൂടെ വന്നിട്ട് വേണോ ഇത് വാങ്ങാൻ? അല്ല, ആരെയും പണ്ട് കാര്യമില്ല, മദ്യപാനികളെ പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. ഇങ്ങനെയുള്ള സ്ഥലത്ത് പോയി മേടിക്കാതെ ഇരുന്നാൽ മതിയല്ലോ, അതിൻ്റെ ആവശ്യമില്ലല്ലോ. പാവം ലോല മനസ്സരായ മദ്യപാനികൾ മദ്യം വാങ്ങാൻ വേണ്ടിയിട്ട് എന്ത് ത്യാഗം ചെയ്യാൻ തയ്യാറാവും. അതാണ് നമ്മൾ നിന്ന് കാണുന്നത്. അതുകൊണ്ട് ചേട്ടന്മാരെ, സാറുമാരെ, ഒരു കാര്യം ചെയ്യേ, ഔട്ട്ലെറ്റിൻ്റെ അവിടെയുള്ള യാത്രാ സൗകര്യം എത്രയും ഡീസൻ്റായിട്ട് ഒന്ന് ശരിയാക്കി കൊടുക്കണു എന്നാണ് പറയാനുള്ളത്. ഓക്കേ.